ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ രുചികൾ എന്ന പുതിയ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് പുതുതായിട്ട് ഒരു യൂട്യൂബ് വ്ളോഗ് തുടങ്ങുക എന്നുള്ളത്. അതിനുള്ള സാഹചര്യം സന്ദർഭം ഇന്നാണ് ഒത്തുവന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഇന്ന് ഒരു പുതിയ വിഭവം എന്ന് പറയാൻ പറ്റില്ല, പലരും പല വ്ളോഗുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള വിഭവം തന്നെയാണ്. അപ്പം നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് KFC മോഡൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതിൽ വരുന്ന തെറ്റുകൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കണ്ടറിഞ്ഞ് അത് എന്നെ അറിയിക്കുക, എൻ്റെ കമൻറ്റിൽ അത് ഉൾപ്പെടുത്തുക. ഇനി വരുന്ന വ്ളോഗുകളിൽ അത് മാറ്റം വരുത്തി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വലിയ കോഴീനെയാണ് നമ്മൾ തയ്യാറായിട്ടുള്ളത്. 8 പീസ് വിധമുള്ള ഓരോ കോഴീനും 8 പീസും വിധം നമ്മൾ കട്ട് ചെയ്തേക്കാണ്, ബിരിയാണി മോഡലിൽ കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജിഞ്ചർ ഒന്ന് പേസ്റ്റ് ചെയ്യണം, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ചെയ്യണം. അതല്ലാതെ ചിക്കനിൽ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം, അത് മസാല കറക്റ്റായിട്ട് പിടിക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള നമ്മൾ പറഞ്ഞ പോലെ ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ഗാർലിക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ കറക്റ്റായിട്ട് അതിൻ്റെ ലെയറുകൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് മസാല പിടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഒരു മിശ്രിതം നമുക്ക് തയ്യാറാക്കാം, അതിൻ്റെ മേളിലേക്കുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഫസ്റ്റ് മൈദയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് 1/4 കിലോ തന്നെ ചേർക്കേണ്ടി വരും. 1/4 കിലോ മൈദ അതിലേക്ക് ആഡ് ചെയ്യണം. ഏകദേശം 1/4 കിലോ മൊത്തമായിട്ട് ചേർക്കേണ്ടി വരും തോന്നുന്നില്ല, ഏകദേശം 3/4 ഭാഗത്തിനടുത്ത് നമ്മളിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ മൈദ നമ്മൾ എത്രത്തോളമാണ് ചേർക്കുന്നത് അതിൻ്റെ അരഭാഗത്തിനടുത്ത് നമുക്ക് കോൺഫ്ലവർ ചേർത്താൽ മതിയാവും. കോൺഫ്ലവറാണ്, അപ്പോൾ ഏകദേശം ഇത്ര മതിയാവും വിചാരിക്കും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഓക്കെ, ഇതല്ലാതെ ഒരു 2 ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വിനാഗിരി ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനുവേണ്ടി ഒരു ജെനുവിനിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെറുനാരങ്ങ 2 ചെറുനാരങ്ങ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാല. അത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കൊരു താഴെ അത്രയും മതിയാവും. അധികമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് മാത്രം ഇടുക. ഇതിന് പുറമെ ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കൂടാതെ നോക്കണം. കുറച്ച് റെഡ് ചില്ലി, കാശ്മീരി ചില്ലിയാണ്, അത് വളരെ കുറച്ച്. നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായവർക്ക് ഒട്ടും എരിവില്ലാത്ത ഇത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് എരിവ് ആഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് തൈരാണ്. തൈര് പുളി കുറഞ്ഞ തൈര് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 3/4 ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഇനി വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല, വേണമെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ലെയർ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനുകൾ ഓരോ പീസായിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ചിക്കൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കട്ടിങ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ തീരെ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കിട്ടില്ല. മാക്സിമം ആ വലുപ്പത്തിൽ ഏകദേശം ഒരു 8 പീസ് വരുന്ന രീതിയിൽ ഓരോ ചിക്കൻ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച. അതിനുശേഷം നമ്മൾ മാരിനേഷന് ശേഷം ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളത് ഇത് പിടിക്കാനായിട്ട് വയ്ക്കും. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഏകദേശം റെഡി ആയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേറ്റ് ചെയ്യാനുള്ള റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു 5 മുട്ട നമുക്ക്
പലരും മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ, പക്ഷെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളർ കിട്ടണമെങ്കിൽ കിട്ടിക്കൊടുക്കണം, ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ചിക്കൻ നമ്മൾ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് അത് ഫ്രിഡ്ജിലാണ് വെച്ചേ, ഫ്രീസറിൽ. അപ്പോൾ ഇച്ചിരി കൂടി അതിലെല്ലാം നമ്മൾ പിടിച്ചിട്ടാവാൻ സാധ്യതയുണ്ട്. മുട്ട 5 മുട്ടയാണ് നമ്മൾ എടുത്തുള്ളത് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതായിട്ട് ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ ഓട്സ് ഹോർലിക്സിൻ്റെ ഓട്സാണ് യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ ചിക്കൻ പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓട്സിൽ മുക്കിയതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ എഗ്ഗിൽ ഇപ്പോൾ 2-3 റെഡിയാക്കി വെച്ചിട്ട് ഇട്ട് തുടങ്ങണം നല്ലത്. പക്ഷെ നമുക്ക് ആദ്യത്തെ പീസ് നമ്മൾ തീ കുറച്ചിടുക, അതിൻ്റെ അതിൻ്റെ കളർ മാറും. പീസ് നന്നായി കുറച്ചിട്ടുണ്ട്. മാക്സിമം ഇതിൻ്റെ ഓട്സ് ഇതിൽ പിടിച്ചിരിക്കുമ്പോൾ അത്രയും ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് മുക്കുന്നത്. ഇതിൻ്റെ ചിക്കൻ്റെ ഏകദേശം ഒരു സൈഡ് ബ്രൗണിഷ് ആയിട്ട് നമുക്ക് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. കുറച്ച് വലുതായതുകൊണ്ടും ചിക്കൻ കുറച്ച് വലുതായതുകൊണ്ടും മുരിഞ്ഞ് വരാൻ സമയമെടുക്കും. കളർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കളർ മാറും. അതുകൊണ്ട് നമുക്ക് ഓരോ പീസായിട്ട് നേരത്തെ പറഞ്ഞാൽ പീസ് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കും ഇതാവാനായിട്ട്. ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ട് സെക്കൻഡ് ട്രിപ്പ് റെഡി ആക്കും. സെക്കൻഡ് ട്രിപ്പ് നമുക്ക് വേറെ ടൈപ്പ് പീസ് സെറ്റ് ചെയ്യും. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ ഫിംഗർ ചിപ്സിലേക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് നമ്മൾ വലിയ ഉറവിടം നോക്കിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമ്മൾ ഓൾറെഡി റെഡി ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് മാക്സിമം നിങ്ങൾ നീളത്തിൽ കട്ട് ചെയ്ത് കിട്ടാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാണ് നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്യുക. മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്യുക. നമുക്ക് അതിൻ്റെ മുറിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ഈ കളവിൽ കട്ട് ചെയ്തിട്ടുള്ള ഉരുളകൾ നമ്മൾ നന്നായി തണുത്ത വെള്ളത്തിൽ
ഐസിന്റെ കൂടെ ഇട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ കൊണ്ട് വയ്ക്കുക. അപ്പോൾ അതിലുള്ള കറ മൊത്തമായിട്ട് ഇളകി മാറും. അപ്പോൾ നമുക്കത് വളരെ വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഓൾറെഡി ടൈം ലാഗ് ചെയ്യേണ്ട വെച്ചിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി 1/4 മണിക്കൂറിനടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഇതിന്റെ കറ മൊത്തം നമ്മൾ ഒപ്പിയെടുക്കുക. ഇത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ലേ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ റെഡി ആക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ അത് റെഡി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആഡ് ചെയ്യാനുള്ള മസാലയിൽ ഒനിയൻ പൗഡർ അല്ലെങ്കിൽ നമുക്ക് ഗാർലിക് പൗഡറൊക്കെ ആഡ് ചെയ്യണം. നമ്മുടെ ഇതിൽ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ചില്ലി പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. റോസ്റ്റും സെറ്റൊക്കെ സാധാരണ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കോംബോ സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശേഷം മയോണൈസ് കൂടെ റെഡി ആവും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് റെഡി ആയിക്കൊണ്ടിരിക്കും. പോയതിന് ശേഷം ഈ ഓയിൽ കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതധികം ഗോൾഡൻ കളർ ആവാനും പാടില്ല, അധികം വെള്ള നിറമാവാൻ പാടില്ല. ഏകദേശം ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ തന്നെ കോരാൻ നോക്കുക. അതിൽ എണ്ണ മാക്സിമം കളഞ്ഞിട്ട് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെങ്കിൽ അതിൻ്റെ എണ്ണ അംശം അത് വലിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇതിലേക്ക് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാല ആഡ് ചെയ്യണം, ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അതല്ല, നമുക്ക് സാധാരണ രീതിയിൽ മതിയാണെങ്കിൽ ഉപ്പും അതുകൂടി മിക്സ് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഫിംഗർ ചിപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്കിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. റബ്ബർ പോലെയാവും മാക്സിമം. അതാണ് ഒരു ഭക്ഷണത്തോടു കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ KFC എന്നൊക്കെ കഴിക്കേണ്ട അത്ര രീതിയിലെങ്കിലും ഏകദേശം ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ മസാല റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മുളക് പൊടി, അതുപോലെ തന്നെ കാര്യമായിട്ടിടുന്നില്ല. അതിന് ആരാധകർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി കഴിഞ്ഞു. നമുക്ക് മാറ്റി വയ്ക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഫിംഗർ ചിപ്സ് റെഡി ആയി, അത് കഴിഞ്ഞ് ചിക്കൻ സെക്കൻഡ് റൗണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് മയോണൈസാണ് റെഡി ആക്കണ്ടേ. അപ്പോൾ നമ്മൾ 3 മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് ഒരു മുട്ടയും കൂടി നമ്മൾ വെള്ളം മാത്രമാണ് വേണ്ടത്. മുട്ടയുടെ ആഡ് ചെയ്തിട്ട് മൊത്തം 4 മുട്ടയിൽ കുറച്ച് പഞ്ചസാര ശകലം പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇനി ജസ്റ്റ് നമ്മൾ മിക്സിയിൽ അതിൻ്റെ മാക്സിമത്തിലല്ല, അതിൻ്റെ ജസ്റ്റ് ഇത് മാത്രം പൾസിൽ മാത്രം ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഓയിൽ പഞ്ചസാരയും അതിൽ കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 4 വെളുത്തുള്ളിയുടെ എല്ലിനെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ നമ്മൾ എത്ര ചേർത്ത് അതിൻ്റെ ഒരു സാധാരണ ഇനി ഒന്ന് നിറത്തോറിന് പടത്തിലൊക്കെ എടുത്തിരിക്കും. ഇത് കട്ടി നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഓയിൽ ആഡ് ചെയ്യും.
അത് പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ വലിയ പിന്തുണ ആവശ്യമാണ്. നിങ്ങളുടെ ഇതിലെന്തെങ്കിലും കുറവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എനിക്ക് ഇൻഫോം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ഇൻഫർമേഷനും നിങ്ങൾ കമൻറ്റ് മെൻഷൻ ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏതൊരു ഫസ്റ്റ് വ്ളോഗ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ നിങ്ങളെല്ലാവരും വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാം, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും.